ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ സീറ്റഡ് സിലബസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ സിലബസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതറിഞ്ഞാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ക്ലാസ്സസ് പഠിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ അതിനു മുമ്പ് എന്തിനാണ് സീറ്റഡ് എക്സാം എഴുതുന്നതെന്ന് അറിയണം. അപ്പോൾ സീറ്റഡ് എക്സാം എഴുതുന്നത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിലെ സ്കൂളിൽ ടീച്ചർ വേക്കൻസി വരുമ്പോൾ നമുക്ക് സീറ്റഡ് ക്വാളിഫൈ ആയവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ അതുകൊണ്ടാണ് നമ്മൾ സീറ്റഡ് എക്സാം എഴുതുന്നത്. ഓക്കെ, ഇനി ഈ സീറ്ററ്റിൻ്റെ നേരത്തെ ഞാൻ വീഡിയോസിലൊക്കെ പറഞ്ഞതുപോലെ സീറ്റിന് രണ്ട് പേപ്പേഴ്സ് ഉണ്ട്, പേപ്പർ 1 ആൻഡ് പേപ്പർ 2. ഇതിന് ഓരോ സിലബസ് ഉണ്ട്. ആ സിലബസ് അനുസരിച്ച് നമ്മൾ പഠിക്കണം. അതിൽ നിന്നായിരിക്കും എന്ത് വരുന്നത്, ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ സീറ്റഡ് പേപ്പർ 2 മെയിൻലി ക്ലാസ്സസ് 6 to 8 ആണ്. അപ്പോൾ 6 to 8 വരെയുള്ള സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പേപ്പർ 2 ഉള്ളത്. അതിൽ മെയിൻ സിലബസിൽ വരുന്ന 5 സബ്ജക്റ്റ് ആണ്. ഒന്ന് ചൈൽഡ് സൈക്കോളജി, രണ്ടാമത്തെ ലാംഗ്വേജ് 1, ലാംഗ്വേജ് 2, മാത്സ് ആൻഡ് സയൻസ് അല്ലെങ്കിൽ സോഷ്യൽ സയൻസ്. ഇത് ഇത്രയുമാണ് നമുക്ക് വരുന്നത്. ടോട്ടൽ 150 മാർക്സ് ആണ് വരുന്നത്. ഓരോന്നും 30 മാർക്ക് വെച്ചിട്ടാണ് വരുന്നത്. ഓക്കെ, ആദ്യത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോഗി ആണ്. ഇതിൽ മെയിൻലി നമ്മുടെ സൈക്കോളജിയാണ് ചോദിക്കുന്നത്. കേറ്റഡ് എക്സാം പാസ്സായവർക്ക് എന്തായാലും എളുപ്പത്തിൽ പാസ്സാവാൻ പറ്റുന്നതാണ് സീറ്ററ്റ് എന്ന് പറയുന്നത്. ഇതിൽ സൈക്കോളജി വരുന്നുണ്ട്, പിന്നെ പെഡഗോഗിയും വരുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാം. ആരും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ട് പോവാതിരിക്കുക. ബിക്കോസ് സൈക്കോളജി നമുക്ക് എപ്പോഴും നമ്മൾ കണ്ടന്റ് പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. നോക്കിക്കേ, ചൈൽഡ് സൈക്കോളജിയിൽ എന്തൊക്കെയാണ്? ഡെവലപ്മെന്റ് ആൻഡ് ഇറ്റ്സ് റിലേഷൻഷിപ്പ് വിത്ത് ലേണിംഗ്, പ്രിൻസിപ്പിൾ ഓഫ് ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ, ഇൻഫ്ലുവൻസ് ഓഫ് ഹൈറാർക്കി ആൻഡ് എൻവയോൺമെന്റ്, സോഷ്യലൈസേഷൻ പ്രോസസ്, പിയാഷെ, കോൾബർഗ്, ഇതെല്ലാം ചോദിക്കും. 5 സബ്ജക്റ്റുകളായിരിക്കും മെയിൻലി പേപ്പർ 2 ഉള്ളത്. ഇതിൽ മാത്സ് ആൻഡ് സയൻസ് അല്ല, സോഷ്യൽ സയൻസ് ഓപ്ഷൻ ആയിട്ടുള്ളവർക്ക് അത് എടുക്കാവുന്നതാണ്. ഇനി ചൈൽഡ് സൈക്കോളജിയിൽ അല്ലെങ്കിൽ സൈക്കോളജിയിൽ മെയിൻലി വരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇത് ഇത്രയും നമ്മൾ പഠിക്കും. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ സബ്ജക്റ്റിലും എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിക്കുന്നതെന്ന് നോക്കാം. അതുപോലെ തന്നെ ഈ ആദ്യത്തേത് നോക്കിക്കേ, ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോഗിയാണ്. ഇതിൽ 15 മാർക്ക് ചൈൽഡ് ഡെവലപ്മെന്റിൽ നിന്നും ബാക്കി 15 മാർക്ക് പെഡഗോഗിയിൽ നിന്നുമായിരിക്കും ചോദിക്കുന്നത്. അപ്പം നന്നായിട്ട് ഓരോ ടോപ്പിക്കുകളും നമ്മൾ ഓരോ കോൺസെപ്റ്റും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 20 എബവ് മാർക്ക് നമുക്ക് എന്ത് മേടിക്കാൻ പറ്റും, സൈക്കോളജിയിൽ നിന്ന് തന്നെ മേടിക്കാൻ പറ്റും. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ ചൈൽഡ് ഡെവലപ്മെന്റിൽ വരുന്നത്. ഏതൊക്കെയാണ് നോക്കിക്കേ, കോൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് ആൻഡ് ഇറ്റ്സ് റിലേഷൻഷിപ്പ് വിത്ത് ലേണിംഗ്, principles of the development of children, influences of hereditary and environment, socialization process, പിയാഷെ, കോൾബർഗ്, വൈഗോട്സ്കി. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അവരുടെ തിയറീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ കോൺസെപ്റ്റ് ഓഫ് ചൈൽഡ് സെൻറ്റേർഡ് ആൻഡ് പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ, ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവ് ഓഫ് ദ കൺസ്ട്രക്ട് ഓഫ് ഇൻ്റലിജൻസ്, മൾട്ടി ഡയമെൻഷണൽ ഇൻ്റലിജൻസ്, ലാംഗ്വേജ് ആൻഡ് തോട്ട്സ്, ജെൻഡർ ആസ് എ സോഷ്യൽ കൺസ്ട്രക്ട്, ജെൻഡർ റോൾസ്, ജെൻഡർ ബയാസ് ആൻഡ് എഡ്യൂക്കേഷണൽ പ്രാക്ടീസ്. ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ജെൻഡർ റോൾസിൽ നിന്നൊക്കെ ജെൻഡർ ബയാസിൽ നിന്നൊക്കെ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ വളരെയധികം എന്തായാലും കാണും. ഓക്കെ, സോ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എമംഗ് ലേണിംഗ്, understanding the differences based on the diversity of language, caste, gender and community, distinction between assessment for learning, assessment of learning, school-based assessment, continuous and comprehensive evaluation and perspective and practice, formulating appropriate questions for assessing readiness level of learners, for enhancing learning and critical thinking in the classroom and for assessing learner achievement. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ കോൺസെപ്റ്റ് ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്. ഇതെല്ലാം നമ്മൾ കേറ്ററ്റ് എക്സാമിന് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ കേറ്ററ്റ് പാസ്സായ ഒരാൾക്ക് എങ്ങനെ ആയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സീറ്ററ്റും ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നോക്കിക്കേ, പെഡഗോഗി വരുമ്പം എന്തൊക്കെയാണ് ചോദിക്കുന്നത്? ഹൗ ചിൽഡ്രൻ തിങ്ക് ആൻഡ് ലേൺ, ഹൗ ആൻഡ് വൈ ചിൽഡ്രൻ ഫെയിൽ ടു അച്ചീവ് സക്സസ് ഇൻ സ്കൂൾ പെർഫോമൻസ്, ബേസിക് പ്രോസസ്സസ് ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ്, children, strategies of learning as a social activity, social context of learning, child as a problem solver and a scientific investigator, alternative conception of learning in children, understanding children's error as significant step in the learning process.
പിന്നുള്ളത് നോക്കിക്കേ, കൊഗ്നിഷൻ ആൻഡ് ഇമോഷൻ, motivation and learning, factors contributing to learning and പേഴ്സണൽ ആൻഡ് എൻവയോൺമെന്റ്. ഇത് ഇത്രയും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും? നമുക്ക് ഒരു 20 എബവ് അല്ലെങ്കിൽ ഒരു 25 എബവ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സൈക്കോളജി തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ലാംഗ്വേജിലേക്ക് വരുമ്പം നോക്കിക്കുക, ലാംഗ്വേജിൽ നമുക്ക് ലാംഗ്വേജ് 1 ലാംഗ്വേജ് 2 ആണുള്ളത്. അപ്പം ലാംഗ്വേജ് 1 നമ്മൾ മലയാളം എടുക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ലാംഗ്വേജ് 2 വരുന്നത് എന്തായിരിക്കും? ഇംഗ്ലീഷ് ആയിരിക്കും. അപ്പം ലാംഗ്വേജ് 1 ലാംഗ്വേജ് 2 മെയിൻലി ക്വസ്റ്റ്യൻസ് വരുന്നത് ഒരു പാസേജ് ഉണ്ടാവും, ഒരു പോയം ഉണ്ടാവും, പിന്നെ പെഡഗോഗി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാണും. ഓക്കെ, 30 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഒരു ലാംഗ്വേജ് 1 ലാംഗ്വേജ് 2 ആയിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 20-25 എബവ് മാർക്സ് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി വരുന്നതാണ് മാത്തമാറ്റിക്സ് ആൻഡ് സയൻസ്. നമുക്ക് എല്ലാവർക്കും പാടും മാർക്കുകളൊക്കെ പോകുന്നതും എന്തിലാണ്? മാത്സിലാണ് അല്ലെ? മാത്സും സയൻസും ആണ് മെയിൻലി വരുന്നത് കുറച്ചുകൂടി പാടായിട്ടുള്ളൂ. പക്ഷെ ആരും പേടിക്കണ്ട, ഏറ്റവും എളുപ്പത്തിൽ തന്നെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് മാത്തമാറ്റിക്സ് ആൻഡ് സയൻസ് എന്ന് പറയുന്നത്. നന്നായിട്ട് കണ്ടന്റ് വായിച്ച് ഓരോന്നും വ്യക്തമായിട്ട് പഠിച്ച് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് 20 എബവ് മാർക്സ് മേടിക്കാനായിട്ട് പറ്റും. നിങ്ങളുടെ എല്ലാം വിചാരമുണ്ട് സീറ്ററ്റ് എന്ന് പറയുമ്പം മാത്സ് ഒക്കെ ഭയങ്കര പാടായിരിക്കും. ഒരിക്കലും അല്ല മക്കളെ, നമ്മൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? നമുക്ക് നന്നായിട്ട് തന്നെ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. നോക്കിക്കേ, മാത്സിൽ വരുന്നത് എല്ലാം സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഇതൊക്കെ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ മാത്രമാണ് ചോദിക്കുകയുള്ളൂ. ഓക്കെ, നമ്പർ സിസ്റ്റം, ഓൾജിബ്ര, ജോമെട്രി, ഓക്കെ, ജോമെട്രി ഒക്കെയാണ് മാത്തമാറ്റിക്സിൽ വരുന്നത്. പിന്നെ പെഡഗോഗിക്കൽ ഇഷ്യൂസും ഉണ്ട്. ഇത് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി മാത്തമാറ്റിക്സും പിന്നെ വരുന്നത് സയൻസ് ആണ്. മാത്തമാറ്റിക്സും സയൻസും കൂടെ വരുമ്പോൾ നമുക്ക് 60 മാർക്സ് ആണ് കേട്ടോ, 60 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ വരുന്നത്. 30 മാർക്ക് മാത്തമാറ്റിക്സും 30 മാർക്ക് എന്താണ്? സയൻസും ആണ് വരുന്നത്. നോക്കിയ സയൻസിന്റെ ടോപ്പിക്സ് നോക്കിക്കേ, ഏതൊക്കെയാണ് വരുന്നത്? നമ്മുടെ ഫുഡ് ഉണ്ട്. ഫുഡിൽ മെയിൻലി വരുന്ന സോഴ്സസ് ഓഫ് ഫുഡ്, കമ്പോണൻസ് ഓഫ് ഫുഡ് ആൻഡ് ക്ലീനിങ് ഫുഡ്. ഓക്കെ, മെറ്റീരിയൽസ്, അതായത് സയൻസ് എന്ന് പറയുമ്പോൾ മെയിൻലി ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആയിരിക്കും. അപ്പം ഇത് 3 ആണ് മെയിൻലി നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, മെറ്റീരിയൽസ് ഓഫ് ഡെയിലി യൂസ്, ദ വേൾഡ് ഓഫ് ദ ലിവിങ്, മൂവിങ് തിങ്സ്, പീപ്പിൾ ആൻഡ് ഐഡിയ, ഹൗ തിങ്ക് വർക്ക്, ഇലക്ട്രിക് കറന്റ് ആൻഡ് സർക്യൂട്ട്, ഫിസിക്സ് ആണ് കേട്ടോ. മാഗ്നറ്റിക്സ്, നാച്ചുറൽ ഫിനോമിന, നാച്ചുറൽ റിസോഴ്സസ്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ സയൻസിൽ വരുന്നത്. ഇതിന്റെ മെയിൻ പെഡഗോഗിക്കൽ ഇഷ്യൂസും കാണും. 10 ക്വസ്റ്റ്യൻസ് പെഡഗോഗിക്കലും ആയിരിക്കും. ഓക്കെ, പിന്നെ സോഷ്യൽ, മാത്സും സയൻസും പറ്റത്തില്ല, തീരെ പറ്റാത്തവർക്ക് എന്ത് ചെയ്യുക? സോഷ്യൽ സയൻസ് എടുക്കാം. സോഷ്യൽ സയൻസിൽ മെയിൻലി ഹിസ്റ്ററി ആൻഡ് ജോഗ്രഫി ആണ് ഉള്ളത്. അത് മെയിൻലി നിങ്ങൾ നോക്കുക. വളരെ സോഷ്യൽ സയൻസ് നല്ല എളുപ്പമാണ്. നന്നായിട്ട് എല്ലാ ടോപ്പിക്സും നന്നായിട്ട് പഠിച്ചാൽ മാത്രം നമുക്ക് എന്ത് ചെയ്യുക? നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഈ വർഷത്തെ ഫെബ്രുവരിയിലെ എക്സാമിന്റെ പ്രൊഫഷണൽ കീ ഒക്കെ ഔട്ടായി. എല്ലാവരും നോക്കിക്കാണും. കുറേ പേർക്ക് 2-3 മാർക്കിനൊക്കെ പോയിട്ടുണ്ടാവും. ആരും സങ്കടപ്പെടേണ്ട. നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പം തന്നെ നമുക്ക് പഠിച്ചു തുടങ്ങാം. അടുത്തൊരു എക്സാം നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പേ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? പഠിച്ചു തുടങ്ങുമ്പോഴത്തേക്കും എന്താ നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്കും നമ്മൾ ടോപ്പിക്സ് എല്ലാം കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്തിട്ട് നമ്മൾ എക്സാമിന് പോയി ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ കുഞ്ഞുങ്ങളെ, നമുക്ക് നന്നായിട്ട് എക്സാം എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ സീരിയൽ പേപ്പർ 2 നമുക്ക് മെയിൻലി എന്താണ്? സൈക്കോളജി ഉണ്ട്, ലാംഗ്വേജ് 2 ലാംഗ്വേജസ് ഉണ്ട്, പിന്നെ മാത്സ് ആൻഡ് സയൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആരും പേടിക്കേണ്ട, ഇതെല്ലാം എളുപ്പത്തിൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും കുട്ടികളെ. നമ്മൾ പ്രീവിയസ് ഇയർ വർക്കൗട്ട് ചെയ്ത് നമ്മൾ ആദ്യമേ പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ വർക്കൗട്ട് അല്ല ചെയ്യേണ്ടത്. ആദ്യമേ സിലബസ് എടുക്കുക. സിലബസ് എടുത്ത് ഏതൊക്കെ ടോപ്പിക്സ് ആണ് പഠിക്കേണ്ടതെന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് നോക്കുക. അത് കഴിഞ്ഞ് പഠിച്ചതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക? പ്രീവിയസ് ഇയർ വർക്കൗട്ട് ചെയ്യുക. നിങ്ങൾ നോക്കിക്കോ, അടുത്ത എക്സാം നിങ്ങൾക്ക് കിട്ടും, ഉറപ്പായിട്ടുള്ള കാര്യം. ഓക്കെ, സോ അപ്പം നമ്മൾ സീറ്റഡ് പേപ്പർ 2 സിലബസ് ആണ് നമ്മളിപ്പോൾ കവർ ചെയ്തത്. ഇനി സീറ്റഡ് പേപ്പർ 1 നമുക്ക് എന്താണെന്ന് നോക്കാം, സിലബസ് നോക്കാം. ഓക്കെ.